ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമുക്കിന്ന് ടോട്ടൽ 15 പേഷ്യൻസ് ആണ് കേട്ടോ ഉള്ളത്. അതിൽ എത്ര പേഷ്യൻസ് ഞാൻ ചെയ്യുമെന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഞാൻ നമ്മുടെ മൻസൂർ ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഹോം കെയർ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ട്. നമ്മുടെ ആദ്യത്തെ പേഷ്യൻറ്റ് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഇത് നമ്മുടെ കുറുന്തൂർ അമ്പലമാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പേഷ്യൻ്റെ അടുത്തേക്ക് പോകും. ആദ്യത്തെ പേഷ്യൻറ്റ് എൻ്റെ നാട് കുറുന്തൂർ തന്നെയാണ്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് നാരായണി അമ്മേൻ്റെ അയൽവാസി കൂടിയാണ്. നാരായണി അമ്മക്ക് പാർക്കിൻസോണിസ്. അങ്ങനെ നമ്മുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നടക്കാൻ വേണ്ടി പോയി. അമ്മ ഇപ്പൊ ബെറ്ററായി വരുന്നുണ്ട്, നല്ല മാറ്റമുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി അടുത്ത പേഷ്യന്റിന്റെ അടുത്തേക്ക് പോയി. അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ പേഷ്യന്റ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് കേസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പേഷ്യന്റ് വീട്ടിലേക്ക് പോവാണ്. തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു വെറൈറ്റി പൂ കണ്ടേ. അപ്പോൾ എനിക്ക് ഗാർഡനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തിയിട്ട് ആ പൂവ് എന്താണെന്ന് നോക്കുമായിരുന്നു. ആ പേരറിയാത്ത പൂവിന് നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പേഷ്യന്റ് വീട്ടിലേക്ക് എത്തി. ഇവിടുത്തെ അച്ഛന് സ്ട്രോക്ക് ആയിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ്ലി റിക്കവർഡ് ആണ്. അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു വാക്കിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. അങ്ങനെ അവിടുന്ന് ടാറ്റ പറഞ്ഞ് നമ്മൾ നാലാമത്തെ പേഷ്യന്റ് വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ ഹോം കെയറിന് നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു മാഡത്തിനെയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പോകുന്ന വഴിയിൽ മാഡത്തിന്റെ വണ്ടി കണ്ടു. നമ്മുടെ പേഷ്യന്റ് വീടാണ് ഇട്ടത്. അപ്പൊ നമ്മൾ നാലാമത്തെ പേഷ്യന്റ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ അമ്മയ്ക്കും സ്ട്രോക്ക് ആയിരുന്നു കേട്ടോ. ഇപ്പൊ കുറെ റിക്കവേർഡ് ആണ്. ഇപ്പൊ നടക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് കർണാടക സ്പെഷ്യൽ പത്രട ഉണ്ടാക്കി തന്നു കേട്ടോ. അങ്ങനെ ഞാനത് കുടിച്ചു, ചായയും കുടിച്ചു. പുറത്തിറങ്ങാൻ നോക്കുമ്പോഴത്തേനും മഴ വന്നിട്ടോ, നല്ല മഴയായിരുന്നേ. അവിടുത്തെ കുഞ്ഞു സുന്ദരിനോട് ബായ് പറഞ്ഞ് ഞാൻ മഴയത്ത് തന്നെ അവിടെ നിന്ന് അതിന്റെ ഇടയിൽ നിന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു മാഡത്തിനെ എടുത്തിട്ട് തൊട്ടടുത്തുള്ള ഒരു പേഷ്യന്റ് വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മാഡത്തിനെ തിരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടാക്കി. ലാസ്റ്റ് വീഡിയോയിൽ പേഷ്യൻസിന്റെ ഫേസ് കാണിക്കുന്നതിൽ കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിനി. ഫേസ് കാണിക്കാൻ താല്പര്യമുള്ള പേഷ്യൻസിന്റെ മാത്രമാണ് ഫേസ് കാണിക്കുന്നത്, അല്ലാത്ത പക്ഷം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറേ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മണ്ണട്ടയിലുള്ള അഞ്ചാമത്തെ പേഷ്യന്റ് അടുത്തേക്ക് എത്തിയേ. ഈ അച്ഛൻ്റെയും ട്രീറ്റ്മെന്റ് സെഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു വാക്കിങ്ങിന് പോയിട്ട് വരിക കേട്ടോ. അവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടമുണ്ടാന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തി. ഇതൊരു സ്ട്രോക്ക് കേസ് തന്നെയാണ് കേട്ടോ. ഇതൊരു സ്പാസ്റ്റിക് ഹെമിപ്ലീജിക് കേസ് ആണ്. ഇവിടുത്തെ അച്ഛൻ ഇപ്പൊ ചെറുതായിട്ട് കൈയൊക്കെ പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സമയം വൈകുന്നേരമായി. നമുക്കിപ്പോ 6 പേഷ്യന്റ് കഴിഞ്ഞതേ ഉള്ളൂ. പോകുന്ന വഴിയിൽ കണ്ടോ ഗൈസ്, കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ട കാക്ക. അത് കഴിഞ്ഞ് നമ്മുടെ 7ാമത്തെ പേഷ്യന്റ് വന്നിട്ട് പെരിയയിലായിരുന്നു. ഇവിടുത്തെ അമ്മയ്ക്ക് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ആയിരുന്നു. മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞതാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രാത്രി ആയിട്ടോ. ഇനി നമുക്ക് പോകാനുള്ളത് പെരിയ ആലക്കോട് എന്നൊരു സ്ഥലത്താണ്. ഇവിടെ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. പുലിയൊന്നും പിടിച്ചില്ല. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പേഷ്യന്റ് വീട്ടിലേക്ക് എത്തി. ഇതൊരു ക്വാഡ്രിപ്ലീജിയ കേസാണ്, സ്ട്രോക്ക് ആണ്. കഴിക്കാൻ വേണ്ടി നമുക്ക് കുറെ പലഹാരങ്ങൾ തന്നു. അതിൽ നിന്ന് 1-2 കഴിച്ചു. അങ്ങനെ ശ്രീനമ്മേന്റെ അടുത്ത് ബായ് പറഞ്ഞ് ഞാൻ ഇറങ്ങി. അങ്ങനെ നമ്മുടെ 8ാമത്തെ പേഷ്യന്റ് കംപ്ലീറ്റ് ആക്കി. 9ാമത്തെ പേഷ്യന്റ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ശാന്തച്ചമ്മ. അച്ഛമ്മ നമുക്ക് കുറെ മുട്ടായി ഒക്കെ തന്നു കേട്ടോ. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛമ്മ നമുക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടി. വർത്താനം കൂടി പറയാത്ത അച്ഛമ്മ പാട്ടൊക്കെ പാടുന്ന കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പൊ നല്ല മാറ്റമുണ്ട് അച്ഛമ്മക്ക് നടക്കാനൊക്കെ. അങ്ങനെ നമ്മുടെ 9 പേഷ്യൻസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ സമയം 10:30 ആയിട്ടോ. ഞാനിന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചില്ലായിരുന്നു. പല സാധനങ്ങൾ അതിന്റെ ഇടയിൽ കഴിക്കുന്നുണ്ടായതുകൊണ്ട് വിശപ്പ് അറിഞ്ഞിട്ടുണ്ടായില്ല. ഇനിയിപ്പോൾ ഡിന്നർ ഒന്ന് വിസ്തരിച്ച് കഴിക്കാം. അപ്പൊ നമുക്കിന്ന് 15 പേഷ്യൻസ് ആയിരുന്നു. ഞാൻ 9 പേഷ്യൻസിനെ ചെയ്തു. ബാക്കിയുള്ളവർ മറ്റുള്ള പേഷ്യൻസിനെയും ചെയ്തു.